നമസ്കാരം. പതിരും കതിരും. വണ്ടിയിൽ വെച്ച് കണ്ട പരിചയക്കാരനോട് നമ്പീശൻ ചോദിച്ചു, എവിടേക്കാ? കോയമ്പത്തൂർ വരെ. എന്താ വിശേഷം? ഒരാളെ കാണാനാ. അതിനിപ്പോൾ അത്രടം വരെ പോകണമെന്നുണ്ടോ? ഇവിടെ ഇഷ്ടം പോലെ ആളുകളില്ലേ? നമ്മുടെ ഗോവിന്ദൻ മാഷിനെ പറ്റി പറഞ്ഞു തുടങ്ങാൻ അത്ര വലിയ നിലവാരമുള്ള ഫലിതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. ഗോവിന്ദൻ മാഷിനെ നേർക്കുനേരെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്കും ചോദിക്കണം. എങ്ങോട്ട് പോണു? SNDP പിടിക്കാൻ. അതെന്തിനാ? ഇഷ്ടംപോലെ ഈഴവരില്ലേ നിങ്ങളുടെ കയ്യിൽ? പാർട്ടിയെ ചതിച്ച വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഇക്ഷ വരപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശാഖ പിടിക്കൽ. CPM SNDP ശാഖകൾ പിടിച്ചെടുത്ത് സ്വാധീനം ഉറപ്പിക്കുകയാണ്. പിടിച്ചെടുക്കലിൻ്റെ ഭാഗമായി ചാരമംഗലത്തെയും മുഹമ്മയിലെയും ശാഖകൾ പിടിച്ചെടുത്തു. കൊടി നാട്ടിക്കഴിഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഗുരുവിൻ്റെ ചിത്രം മാറ്റി ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും വെക്കുമോ എന്തോ? പിടിച്ചെടുത്ത ശാഖകളിൽ അരിവാൾ ചുറ്റിക പ്രദർശിപ്പിക്കുമോ? യോഗത്തിന് മുമ്പ് പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലുമോ? ഇതൊന്നും നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. കണിച്ചുകുളങ്ങര യൂണിയൻ്റെ കീഴിലുള്ള ചാരമംഗലം ശാഖയിലാണ് CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ പാനലിന് വൻ വിജയമുണ്ടായിരിക്കുന്നത്. ഇതൊരു ശുഭസൂചനയല്ല. വെള്ളാപ്പള്ളിക്ക് പാർട്ടി പടിക്കലിട്ട് പണി കൊടുക്കുകയാണ്. നവോത്ഥാന നായകൻ്റെ കുപ്പായമൊക്കെ ഇട്ട് പിണറായി വിജയൻ നീട്ടിയ കസേരയിലിരിക്കുന്ന വെള്ളാപ്പള്ളിക്കാണ് ഈ ഗതികേട് വന്നതെന്ന് ഓർക്കണം. ഗോവിന്ദനെ പോലെ ശാഖ പിടിക്കണോ പിടിക്കണ്ടായോ എന്നൊന്നും പിണറായി വിജയൻ പറയുന്നില്ല. പകരം പിപ്പിടി വേണ്ടെന്ന് മാത്രമേ പുള്ളി പറയുകയുള്ളൂ. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ യോഗം പൂട്ടി അതിൻ്റെ താക്കോലുമായി പോകാൻ വരെ ഗോവിന്ദൻ മടിച്ചെന്ന് വരില്ല. ഈ പാർട്ടിയെ അടിച്ചു തളിച്ച മുറ്റത്ത് കയറ്റാത്ത സുകുമാരൻ നായരല്ലേ അപ്പോൾ ഏറെ മിടുക്കൻ. കരയോഗം പിടിക്കാൻ ഏതെങ്കിലും സഖാവ് കച്ചകെട്ടി ഇറങ്ങിയാൽ നടക്കണമെന്നില്ല. കരയോഗത്തിൻ്റെ ഭരണസമിതിയിലിരിക്കുന്ന സഖാക്കളൊക്കെ എന്തൊരു ഭക്ത്യാദരവോടെയാണ് മന്നത്തപ്പനെ അനുസ്മരിക്കുന്നത്. മന്നത്തപ്പൻ മരിച്ചപ്പോൾ റീത്ത് വയ്ക്കാൻ പെരുന്നയിലേക്ക് പോകാതിരുന്ന ഏക പാർട്ടി CPM ആണെന്ന് ഓർക്കണം. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൻ്റെ അണികൾക്കാണിപ്പോൾ മന്നത്തപ്പനോട് അതിയായ സ്നേഹാദരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പകരം പിണറായി വിജയൻ വർക്കല ശിവഗിരിയിൽ ചെന്നപ്പോൾ ചെയ്തത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗുരുവിനെ സ്തുതിക്കുന്ന പ്രാർത്ഥനാഗാനം മുഴങ്ങിയപ്പോൾ പിണറായി വിജയൻ കാലിന്മേൽ കാൽ കയറ്റി ഒരൊറ്റ ഇരിപ്പാണ്. ചാടി എഴുന്നേൽക്കാൻ തുടങ്ങിയ കടന്നപ്പള്ളിയെ പിടിച്ചവിടെ ഇരുത്തുകയും ചെയ്തു. പാർട്ടി നടത്തിയ ഒരു പ്രകടനത്തിൽ ഗുരുവിൻ്റെ പ്ലോട്ടുണ്ടാക്കി കഴുത്തിൽ കയറിട്ട പഴയ കഥകളൊക്കെ ഗോവിന്ദനും വെള്ളാപ്പള്ളിയുമൊക്കെ മറന്നു കാണും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് ചോർച്ച തടയാനാണത്രേ ശാഖകളിൽ പാർട്ടി സ്വാധീനമുറപ്പിക്കുന്നത്. കേട്ടാൽ തോന്നും ഏതെങ്കിലും ദ്വാരത്തിലൂടെ SNDP വോട്ടുകൾ അറിയാതെ അങ്ങ് ചോരുകയാണെന്ന്. യൂത്ത് മൂവ്മെൻറ്റിൽ നുഴഞ്ഞു കയറി സ്വാധീനമുറപ്പിക്കാൻ DYFIക്കാരും ചിലപ്പോൾ തുനിഞ്ഞിറങ്ങിയെന്ന് വരും. യോഗത്തിന് ജാത്യാഭിമാനം വല്ലാതെ വർദ്ധിച്ചു വരുന്നതിൽ മനം നൊന്തുകൂടിയാണ് ഗുരു SNDPയിൽ നിന്നും രാജിവെച്ചതും നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയതെന്നും ഓർക്കണം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, മുസ്ലിം രക്തം, ക്രൈസ്തവ രക്തം എന്നൊക്കെ ആൾക്കൂട്ടത്തെ കൊണ്ട് ഏറ്റുപാടിച്ച പാർട്ടിയാണിപ്പോൾ ഈഴവ രക്തത്തിൻ്റെ രുചി അറിഞ്ഞ് കൊതിച്ച് പിന്നാലെ നടക്കുന്നത്. ജാതി നിർമ്മാർജ്ജനത്തിൻ്റെ ആദ്യപടി ജാതി ഉണ്ടെന്ന് അംഗീകരിക്കലാണെന്ന് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. പുരോഗമനവും പറഞ്ഞ് ജാതിവാലും കൊണ്ട് നടക്കുന്ന CPMൻ്റെ നേതാക്കന്മാരെക്കാൾ ശരിയായ പുരോഗമനവാദി ഒരർത്ഥത്തിൽ മന്നത്ത് പത്മനാഭനായിരുന്നു. സ്വന്തം ജാതിവാല് മുറിക്കാൻ EMS പോലും ധൈര്യം കാണിച്ചിട്ടില്ല എന്നോർക്കണം. നമ്പൂതിരിപ്പാടിൻ്റെ പാട് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന നേതാക്കളാണ് CPMലുള്ളത്. ജാതിവാലും വെച്ചാണ് അവർ നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചതെന്നും ഓർക്കണം. അധ്യക്ഷൻ അംബുജാക്ഷൻ നായർ, ഉദ്ഘാടകൻ സഖാവ് ഇക്കണ്ട വാര്യർ, മുഖ്യപ്രഭാഷണം സഖാവ് ഗോവിന്ദ മേനോൻ, നമ്പീശൻ്റെ സ്വാഗതവും സഖാവ് പണിക്കരുടെ നന്ദിയും വേറെ. സത്യത്തിൽ നമുക്ക് ജാതിയില്ലേ സഖാക്കളെ? ഉണ്ടല്ലോ. അത് പറയാൻ നമുക്ക് മടിയുമില്ല. നായരെ പിടിക്കാൻ കരയോഗത്തിൻ്റെ മൂലയ്ക്കും ഈഴവനെ പിടിക്കാൻ ശാഖായോഗങ്ങൾക്കകത്തും മുസ്ലിമിനെ പിടിക്കാൻ പള്ളിമിനാരത്തിന് മറഞ്ഞും നിൽക്കാതെ മനുഷ്യനെ പിടിക്കുന്ന ഒരു സഹകരണ സംഘം ഉണ്ടാക്കാനുള്ള ത്രാണിയൊന്നും ഇന്നത്തെ മാർക്സിസത്തിന് ഇവിടെ ഇല്ല.
അമ്പലം പിടി ശാഖപിടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന CPMകാർക്ക് പാടാൻ അയ്യപ്പ പണിക്കർ ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. ജാതി ചോദിക്കരുത്, ജാതി പറയരുത്, പക്ഷേ ജാതിയെ മറന്ന് ഒന്നും ചെയ്യരുത്.